ഹായ് ബഡീസ്, വെൽക്കം ടു പാർട്ട് 2. ഫുഡ് പാക്ക് ചെയ്യുന്ന അലുമിനിയം ഫോയിൽ വെച്ച് ഞാൻ ഇത്രയും ഗ്ലാസ് ഉണ്ടാക്കി. പിന്നെ ഞാനൊരു കെട്ടുകമ്പി എടുത്തു. ഇത് മീശയിലട്ടാ. ആ ഷേപ്പിൻ്റെ നടുക്ക് 3 ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് കെട്ടിയിട്ട് ശരിയാവുന്നില്ല. നല്ലോണം അമർത്തി പിടിച്ചിട്ടാണ് ഞാൻ കെട്ടണത്. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ എത്ര കെട്ടിയിട്ടും അത് ലൂസായി പോവാണ്. അപ്പോൾ ഞാനൊരു ചുറ്റിക എടുത്തു ടപടപടപാന്നിങ്ങനെ അടിച്ചു. അപ്പോഴാണ് പിന്നെ ഒന്ന് ശരിയായത്. ഓക്കെ, എൻ്റെ കൊച്ചു കീറിയ യോഗ മാറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സൂത്രം ഒപ്പിക്കാം. ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടി ആയതുകൊണ്ട് ഞാനൊരു കത്തി എടുത്ത് ഇത് രണ്ടായിട്ട് നടുവെന്ന് ഇങ്ങനെ കീറിയിട്ടുണ്ട് കേട്ടോ. പേപ്പർ കട്ടർ കുട്ടി പിശാശികളെടുത്ത് ഒളിപ്പിച്ച് വെച്ചു. എന്തൊരു കഷ്ടമായത്. എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒരു സാധനം കാണത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഫ്ലവർ വെച്ചിട്ട് ഇതാ ഈ ഗ്ലൂ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒരു 2 മിനിറ്റ്സ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ കമൻറ്റ് ചെയ്ത അൻസീറിന് ഒരുപാട് താങ്ക് യു. ഇജ്ജെങ്കിലും കേരളത്തിലാണല്ലോ എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു ബഡീസ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞ് കളഞ്ഞ സാധനമാണ് ഞാൻ ഇത്രയും അടിപൊളിയായിട്ടൊരു ഡെക്കോർ ഐറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. ഇങ്ങനെ ഒരു സാധനം ഞാൻ മീഷോന്ന് മേടിച്ചു. ഇതാ അവിടെ മേളിലിങ്ങനെ ഒട്ടിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ടോ. ഈ ഷേപ്പിലുള്ള മിറർ ആയതുകൊണ്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ പീസ് ഡെക്കോർ വെക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ കേർവ്ഡ് ആയിട്ടുള്ള ഡെക്കോർ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിനി അടുത്ത അപ്സൈക്ലിംഗ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.